14 റിലീസുകൾ ജയറാമിന് 1991 ഉണ്ടായിരുന്നു. ആദ്യ റിലീസായ സത്യൻ അന്തിക്കാടിന്റെ എന്നും നന്മകൾ പതിവ് സത്യൻ അന്തിക്കാട് ചിത്രത്തിന് ലഭിച്ച ഒരു ഊഷ്മള വരവേൽപ്പ് ലഭിച്ചില്ല. ശ്രീനിവാസൻ നായകനായി അഭിനയിച്ച ഈ സിനിമയിൽ പ്രധാന നായിക ശാന്തി കൃഷ്ണ. വളരെ മുഖ്യമായ ഒരു റോളിൽ ജയറാമും ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നു. ആ കാലഘട്ടങ്ങളിൽ സത്യൻ അന്തിക്കാട് സിനിമകളെല്ലാം പൊതുവെ നല്ല വിജയം നേടുന്നവയായിരുന്നു. പക്ഷേ എന്നും നന്മകൾ എന്ന സിനിമയ്ക്ക് എന്തോ ഒരു സത്യൻ മാജിക് മിസ്സിംഗ് എന്നായിരുന്നു പൊതുവെ പ്രേക്ഷകരുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ശരാശരി വിജയം നേടിയെടുക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ജയറാമിന് രണ്ടാമത് റിലീസായി വന്നത് കമലിന്റെ സംവിധാനത്തിൽ വന്ന പൂക്കാലം വരവായി എന്ന സിനിമയാണ്. രേഖയും ഗീതയും ബേബി ശ്യാമിലിയും പ്രധാന റോൾ അഭിനയിച്ച ഈ സിനിമ നല്ലൊരു ചിത്രം എന്നൊരു പേര് നേടിയെടുക്കാൻ അക്കാലത്ത് സാധിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ മികച്ച അഭിപ്രായത്തിന് നല്ല കളക്ഷനിലേക്ക് മാറാൻ സാധിച്ചില്ല. ചിത്രത്തിന് ശരാശരി വിജയം നേടിയെടുക്കാനേ സാധിച്ചുള്ളൂ. അക്കാലത്ത് പ്രേക്ഷകർ പൊതുവെ പറഞ്ഞത് പൂക്കാലം വരവായി എന്ന ചിത്രം ഇതിലും നല്ല വിജയം അർഹിച്ചിരുന്നു എന്നുള്ളതാണ്. മൂന്നാമത് റിലീസായി ജയറാമിന് വന്നത് ഹരികുമാറിന്റെ സംവിധാനത്തിൽ എഴുന്നള്ളത്ത് എന്ന ചിത്രമാണ്. ജയറാമിനൊപ്പം മുകേഷ്, സിദ്ദിഖ്, സിത്താര തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമയുടെ രചന ഭാസുരചന്ദ്രൻ. നല്ല ഒരു സീരിയസ് സിനിമ എന്നൊരു പേര് നേടിയെടുക്കാൻ എഴുന്നള്ളത്ത് എന്ന ചിത്രത്തിന് അക്കാലത്ത് സാധിച്ചുവെങ്കിലും ബോക്സ് ഓഫീസിൽ ഒരു ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുക്കാൻ ചിത്രത്തിന് സാധിച്ചില്ല. ഒരു പരാജയ സിനിമയായി ഭവിച്ചു. നവാഗത സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് നേടിയെടുത്ത ഹരിദാസിന്റെ ജോർജൂട്ടി കെയർ ഓഫ് ജോർജൂട്ടി എന്ന ചിത്രത്തിന് മികച്ച സിനിമ എന്നുള്ളൊരു പേര് നേടിയെടുക്കാൻ സാധിച്ചു. തിലകൻ അതിഗംഭീര പ്രകടനം കാഴ്ചവെച്ച ഈ ചിത്രത്തിൽ ജയറാം, സുനിത, KPC ലളിത അങ്ങനെ വലിയ താരനിരയുണ്ടായിരുന്നു. സീരിയസ് സിനിമ എന്നൊരു പേര് നേടിയെടുക്കാൻ സാധിച്ചുവെങ്കിലും ഫൈനൽ റണ്ണിൽ ജോർജൂട്ടി കെയർ ഓഫ് ജോർജൂട്ടിക്ക് ശരാശരി വിജയത്തിൽ ഒതുങ്ങേണ്ടതായിട്ട് വന്നു. രാജൻ ബാലകൃഷ്ണന്റെ ശ്രീനിവാസൻ, ജയറാം, ശോഭന ചിത്രമായ കൺകെട്ടിന് ഇന്റർവെൽ വരെ നല്ല രസികൻ സിനിമ എന്നൊരു പേര് നേടിയെടുക്കാൻ സാധിച്ചെങ്കിലും ഇന്റർവെല്ലിന് ശേഷം സിനിമ കൈവിട്ടുപോയി എന്നാണ് പ്രേക്ഷകർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കൺകെട്ട് എന്ന ചിത്രം ഒരു പരാജയ സിനിമയായി മാറി. മുരളി, നെടുമുടി വേണു, ഇന്നസെന്റ്, KPC ലളിത, ചാർമിള പിന്നെ നായകനായി ജയറാമും അഭിനയിച്ച ഭരതന്റെ കേളി എന്ന ചിത്രത്തിന് പതിവ് ഭരതൻ ചിത്രത്തിന്റെ സ്റ്റാൻഡേർഡിലേക്ക് ഉയരാൻ സാധിച്ചില്ല എന്നുള്ളതായിരുന്നു പൊതുവെ വന്ന പ്രേക്ഷക അഭിപ്രായം. ചിത്രം ബോക്സ് ഓഫീസിൽ ശരാശരി വിജയത്തിലൊതുങ്ങി. 91 ജയറാമിന് വലിയ വിജയമായി മാറിയ സിനിമയാണ് TS സുരേഷ് ബാബുവിന്റെ സംവിധാനത്തിൽ വന്ന കൂടിക്കാഴ്ച. ജയറാമിനൊപ്പം ജഗദീഷ്, ബാബു ആന്റണി, സുകുമാരൻ, ഉർവശി തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമ അക്കാലത്ത് പ്രേക്ഷകരെ നന്നായി രസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല. നല്ലൊരു എന്റർടൈനർ എന്ന ഒരു പേര് നേടിയെടുക്കാൻ കൂടിക്കാഴ്ചയ്ക്ക് സാധിച്ചത് കൊണ്ട് തന്നെ ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി മാറി. വലിയ പ്രതീക്ഷയില്ലാതെ റിലീസ് ചെയ്തിട്ട് പ്രേക്ഷകർ നന്നായി ആസ്വദിച്ച് നല്ല വിജയം നേടിയെടുക്കാൻ സാധിച്ച സുരേഷ് ഉണ്ണിത്താന്റെ മുഖചിത്രമാണ് ജയറാമിന്റെ അടുത്ത റിലീസ്. ജയറാമിനൊപ്പം ജഗദീഷ് ശ്രീകുമാർ, ഉർവശി, സിദ്ദിഖ്, KPC ലളിത, സുനിത അങ്ങനെ വലിയൊരു താരനിര ഈ സിനിമയിലുണ്ടായിരുന്നു. കയ്യടി നേടിയ മറ്റൊരു താരം ജഗദീഷാണ്. മോഹൻ സിത്താരയുടെ ഹിറ്റ് ഗാനമുണ്ടായിരുന്ന ഈ കൊച്ചു ചിത്രം നല്ലൊരു എന്റർടൈനർ എന്ന പേര് നേടിയെടുക്കുകയും ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് ലഭിക്കുകയും ചെയ്തു. സത്യൻ അന്തിക്കാടിന്റെ മമ്മൂട്ടി ചിത്രമായ കനൽക്കാറ്റായിരുന്നു ജയറാമിന്റെ അടുത്ത റിലീസ്. ജയറാം ഒരു മുഖ്യ റോളിൽ അഭിനയിച്ച ഈ ചിത്രത്തിൽ മുരളി, ഉർവശി, ഇന്നസെന്റ്, KPC ലളിത തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാന അഭിനേതാക്കൾ. സാധാരണ സത്യൻ അന്തിക്കാട് സിനിമയ്ക്ക് ലഭിക്കുന്ന ഒരു സ്വീകാര്യത കനൽക്കാറ്റിന് ലഭിച്ചില്ല. മാത്രമല്ല കൂടുതലും വിമർശനങ്ങളായിരുന്നു വന്നിരുന്നത്. അപൂർണമായ ഒരു ക്ലൈമാക്സ് എന്നായിരുന്നു പ്രേക്ഷകരുടെ പൊതുവായിട്ടുള്ളൊരു വിധി. സ്ക്രീനിൽ വളരെ കുറച്ച് സമയം വന്നുവെങ്കിലും KPC ലളിതയുടെ മികച്ച പ്രകടനമാണ് പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും ഈ ചിത്രത്തെക്കുറിച്ച് നിലനിൽക്കുന്നത്. തിയേറ്ററിൽ കനൽക്കാറ്റ് ഒരു വലിയൊരു പരാജയമായി മാറി. MG സോമനും തിരക്കഥാകൃത്ത് ജോൺ പോളും ചേർന്ന് നിർമ്മിച്ച ഭൂമിക എന്ന ചിത്രം അക്കാലത്ത് വലിയ ശ്രദ്ധ നേടിയെടുത്തിരുന്നു. IV ശശിയുടെ സംവിധാനത്തിൽ അന്നുള്ള രണ്ടാം നിര താരങ്ങളെല്ലാം ഈ സിനിമയിൽ അണിനിരന്നിരുന്നു. ജയറാം, സുരേഷ് ഗോപി, സായ് കുമാർ, മുകേഷ് എന്നിവർ ഒന്നിച്ചപ്പോൾ അത് പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയായി മാറി. ഉർവശിയായിരുന്നു മറ്റൊരു പ്രധാന റോൾ അഭിനയിച്ചത്. പക്ഷേ ഈ പ്രതീക്ഷയ്ക്ക് തുയരാൻ IV ശശിയുടെ ഭൂമികയ്ക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ പരാജയമായി മാറാനായിരുന്നു വിധി. ജയറാമും രാജസേനനും ആദ്യമായി ഒന്നിച്ച ഉർവശിയുടെ മികച്ച പ്രകടനം കൊണ്ട് ശ്രദ്ധേയമായ കടിഞ്ഞൂൽ കല്യാണമായിരുന്നു ജയറാമിന്റെ അടുത്ത റിലീസ്. ജയറാമും രാജസേനനും തുടർച്ചയായി സിനിമ ചെയ്യാൻ പോകുന്ന ഒരു ടീമായി മാറുമെന്ന് പ്രേക്ഷകർക്ക് അന്ന് തോന്നിയിരുന്നു. അവരുടെ തോന്നൽ യാഥാർത്ഥ്യമായി മാറുകയും ജയറാം രാജസേനൻ ടീം തുടർച്ചയായ വിജയങ്ങൾ മലയാള സിനിമയ്ക്ക് നൽകുകയും ചെയ്തു. കടിഞ്ഞൂൽ കല്യാണം ശരാശരിക്ക് മുകളിൽ വിജയം നേടി.
പ്രഭാകരൻ കോട്ടപ്പള്ളിയായി ശ്രീനിവാസനും KRP ആയി ജയറാമും അഭിനയിച്ച സത്യനന്ദിക്കാടിന്റെ സന്ദേശമായിരുന്നു ജയറാമിന്റെ അടുത്ത റിലീസ്. തിലകനും കവിയൂർ പൊന്നമ്മയും ഒടുവിൽ ഉണ്ണികൃഷ്ണനും സിദ്ദിഖിനും സത്യനന്ദിക്കാടിന്റെ പതിവ് താരങ്ങളും കേന്ദ്ര കഥാപാത്രമായ ഈ സിനിമ ഇന്നുമുള്ള പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമാണ്. മാറി വരുന്ന ഓരോ തലമുറയ്ക്കും അവരുടെ ഇഷ്ടപ്പെട്ട സത്യനന്ദിക്കാട് ചിത്രങ്ങളൊന്ന് സന്ദേശം എന്ന ചിത്രമാണ്. ഇന്നത്തെ കാലത്ത് ഒരു കൾട്ട് സ്റ്റാറ്റസ് നേടിയെടുക്കാൻ സാധിച്ച പല തലമുറകൾ ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമായി മാറാൻ സന്ദേശത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ ചിത്രത്തിൽ കാണിക്കുന്നത് പോലെ ഇന്നും മാറാതെ നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് സന്ദേശം ഇന്നും എല്ലാവരുടെയും പ്രിയ ചിത്രമായി നിലകൊള്ളുന്നത്. ബോളിവുഡ് നടിയായ സുചിത്ര കൃഷ്ണമൂർത്തി നായികയായി വരികയും ജയറാമും ഷാജി കൈലാസും ആദ്യമായി ഒന്നിച്ച സിനിമ കിലുക്കാംപെട്ടി. സായ് കുമാർ, ജഗതി ശ്രീകുമാർ, ബേബി ശ്യാമിലി, ഇന്നസെന്റ് തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ ഒരു വിജയമായി മാറാൻ സാധിച്ചില്ല. പിന്നീട് ജയറാമും ഷാജി കൈലാസും ഒരു സിനിമ ചെയ്യുന്നത് തന്നെ 2012-ലാണ്. ജയറാമും ഉർവശിയും കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന തുളസീദാസിന്റെ സംവിധാനത്തിലുള്ള ചാഞ്ചാട്ടം എന്ന സിനിമയായിരുന്നു മറ്റൊരു റിലീസ്. എന്നാൽ ചിത്രത്തിന് പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഉയരാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ചാഞ്ചാട്ടത്തിന് ബോക്സ് ഓഫീസിൽ പരാജയമായി മാറാനായിരുന്നു വിധി. താങ്ക് യു പീപ്പിൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.